ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കിഡിലും പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വിൽക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 1 kg തൂക്കത്തിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടില്ല, മാർജറിൻ അതുപോലെ കാരമൽ കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ചെയ്ത പ്ലം കേക്കിനേക്കാളും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കിയിരിക്കുന്നത്. കിട്ടില്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് നീളം കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് മന്ന കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുവാണ്, നിങ്ങൾക്ക് പ്ലം കേക്കിലേക്ക് ഇഷ്ടമുള്ളത്ര ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അത്രയും എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ കുറച്ച് ചെറി ചോപ്പ് ചെയ്തത്, മിക്സഡ് റേസിൻസ്, ബ്ലാക്ക് റേസിൻസ്, പിന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്ത്, ക്യാഷ് നട്ട്സ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരുപാട് റിച്ച് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആപ്രിക്കോട്ടും ഡ്രൈ പ്ലമ്മും അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു കേക്കിലും നമ്മൾ ക്യാരമലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരമൽ കളറൊക്കെ കിട്ടാത്തവർക്കും കൂടി നല്ല ഹെൽപ്ഫുള്ളാകും. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. പഞ്ചസാര മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ക്യാരമൽ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ക്യാരമൽ കരിഞ്ഞു കഴിഞ്ഞാൽ കേക്കിനും നല്ല കയ്പ്പ് രുചിയായിരിക്കും. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇത് ക്യാരമൽ പെട്ടെന്ന് തിളച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വീണ് പൊള്ളൽ വരും. അതുകൊണ്ട് കുറച്ച് നകന്ന് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്യാരമൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ക്യാഷ് നട്ട്സും ബദാമും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഈ ഒരു ക്യാരമലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ഒരു 2-2.25 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമായിട്ടുണ്ട്. ക്യാഷ് നട്ട്സും ബദാമും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ പ്ലം കേക്കിന് ആവശ്യമില്ല. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ പ്ലം കേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പ്ലം കേക്ക് ഗരം മസാല നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ക്യാരമലിൽ മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമും ക്യാഷ് നട്ട്സും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. ഇതിൻ്റെ വൈറ്റും യോക്കും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 3/4 കപ്പിന് മുകളിലായിട്ട് ബ്രൗൺ ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. 3/4 കപ്പ് എന്തായാലും വേണം.
ബ്രൗൺ ഷുഗറിന് പകരം സാധാരണ പഞ്ചസാര പൊടിച്ചതെടുത്താലും മതി. നമുക്ക് ആദ്യം എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരണം. മുട്ടവെള്ള ഇത്രയും ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്നും കുറച്ച് ഈ ഒരു എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി പഞ്ചസാര നമുക്ക് എഗ് യോക്കിൻ്റെ മിക്സിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടവെള്ള ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം, എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് ഉദ്ദേശിച്ചതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് എഗ് യോക്ക് എടുത്തിട്ടുണ്ട്. ആ എഗ് യോക്കിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ റിച്ച് പ്ലമ്മിൻ്റെ എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് യോക്കും എസൻസും എല്ലാം കൂടി നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അങ്ങനെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലും 1/4 കപ്പ് അളവിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടറിന് പകരം ആ അളവിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ എടുക്കാം. അതായത് ബട്ടർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതിയാവും. അതും കൂടി നമുക്ക് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പും കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററിൻ്റെ കളർ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കാരമലിൽ മിക്സ് ചെയ്ത് മൈദയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ആദ്യമേ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ആണ്. അപ്പോൾ എഗ് വൈറ്റ് നമുക്ക് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട. അങ്ങനെ എഗ് വൈറ്റൊക്കെ ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ. 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. പക്ഷേ കേക്കിന് നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ തന്നെ ചെയ്യണം. 8 ഇഞ്ചിൻ്റെ ഇതിൽ ചെയ്താൽ കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും അതുപോലെ സോസ് പാനിലും ഒക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലം കേക്കിന് സമയം കൂടുതലായിരിക്കും ബേക്കായി വരാൻ. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 170 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറാണ് വെക്കുന്നത്. പിന്നെ ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ അധികം ടാപ്പ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നങ്ങ് ടാപ്പ് ചെയ്താൽ മതി. ഒരുപാട് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിലേക്ക് താന്നു പോകുന്നത്. അതുകൊണ്ട് പ്ലം കേക്കിന് മാത്രം ഒരുപാട് ടാപ്പ് ചെയ്യേണ്ട.
പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇതിന് മുകളിൽ ഈ സമയത്ത് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പോൾ ബേക്കായി വന്ന സമയത്ത് റേസിൻസും കാഷ്നട്ട്സൊക്കെ താഴ്ന്നു പോയായിരുന്നു. പിന്നെ ഞാനൊരു 40 മിനിറ്റ് ആയപ്പോഴാണ് വെച്ച് കൊടുത്തത്. ഞാനിപ്പോൾ കുറച്ച് റേസിൻസ് മാത്രമേ ഇടുന്നു. ഒരു 45 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് തുറന്നിട്ട് കാഷ്നട്ട്സ് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ എല്ലാ റേസിൻസ് ഒന്നും താഴ്ന്നൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ കാഷ്നട്ട്സ് വെച്ച് കൊടുത്തിരുന്നു. തണുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പ്ലം കേക്കൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്യുന്നത്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ശരിക്കും പ്ലം കേക്കൊക്കെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ്. നമ്മൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ റമ്മ് വൈനൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ അപാര രുചിയാണ്. നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു കേക്കിന് നല്ല ഹൈറ്റും അതുപോലെ നല്ല ടെക്സ്ചറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് 100% വിശ്വസിച്ച് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. 1 kg തൂക്കം വരുന്നൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. കണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നൊന്നും പോയിട്ടില്ല. നല്ല കറക്റ്റ് ടെക്സ്ചറിലാണ് നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൻ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ പ്ലം കേക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.